നമ്മുടെ എംകോമിൻ്റെ അക്കൗണ്ടൻസിയുടെ 4ാമത്തെ പാഠമാണ് അക്കൗണ്ട്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനീസ്. അക്കൗണ്ട്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനി. ഇപ്പോൾ ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും 2 തരത്തിലുള്ള കമ്പനീസുണ്ട്. നമുക്ക് എന്തുവാണെന്ന് പഠിക്കാം. ആദ്യം നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്തുവാന്ന് പറയാം. ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ ഞാൻ എ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ മറ്റൊരു കമ്പനിയുടെ ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 50% കൂടുതൽ ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ, ഒന്നും കൂടെ പറയാം, എൻ്റെ കമ്പനിയുടെ പേര് എ ലിമിറ്റഡ്, വേറൊരു കമ്പനിയുണ്ട് ബി ലിമിറ്റഡ്. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ കമ്പനി എ ലിമിറ്റഡ് കമ്പനി ആരുടെ ബി ലിമിറ്റഡിൻ്റെ എത്ര ശതമാനത്തിൽ കൂടുതൽ 50% കൂടുതൽ ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കുന്ന പേരാണ്, എ ലിമിറ്റഡിനെ വിളിക്കുന്ന പേരാണ് ഹോൾഡിംഗ് കമ്പനി എന്നും, ഞാൻ അക്വയർ ചെയ്ത അല്ലെങ്കിൽ ഞാൻ നിക്ഷേപം നടത്തിയ ആ കമ്പനി വിളിക്കുന്ന പേരാണ് സബ്സിഡറി കമ്പനി എന്നും. ഒന്നുമില്ല, അത് നമുക്കൊന്ന് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പഠിക്കാം. when a company acquires majority of shares, ഒരു കമ്പനി വാങ്ങുന്നു എത്ര ശതമാനം ഷെയറാണ്, മെജോറിറ്റി എന്ന് പറയുമ്പോൾ മോർ ദാൻ 50%, 50% കൂടുതൽ ഇൻ ദ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ 50% കൂടുതൽ ഷെയർ വാങ്ങിക്കുന്നു, മെജോറിറ്റി ഓഫ് ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ, ഓണർഷിപ്പിൻ്റെ മെജോറിറ്റി ഓഫ് ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈസ് ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ ദ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനി. ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയെ മാനേജ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടുകയാണെങ്കിൽ, ഓർ ഇസ് ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ ദ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനി ഈസ് കോൾഡ് ഹോൾഡിംഗ് കമ്പനി. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ ഒരു മീനിങ് നോക്കാം. ഒരു കമ്പനി അക്വയർ ചെയ്യുന്നു, എന്തുവാണ്, മെജോറിറ്റി ഓഫ് ഷെയർസ് ഇൻ ദ ഓണർഷിപ്പിലെ മെജോറിറ്റി ഓഫ് ഷെയർ ഒരു കമ്പനി വാങ്ങിക്കുകയാണെങ്കിൽ, ആ മെജോറിറ്റി എന്ന് പറയുമ്പോൾ മോർ ദാൻ 50%. അപ്പോൾ എന്നെ കമ്പനി അക്വയർ ചെയ്യുന്നു, വാങ്ങിക്കുന്നു മെജോറിറ്റി ഓഫ് ഷെയർസ് ഇൻ ദ ഓണർഷിപ്പിലെ മെജോറിറ്റി ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ 50% കൂടുതൽ ഷെയർ വാങ്ങിക്കുകയോ, അല്ലെങ്കിൽ ആ കമ്പനിക്ക് ഒരു പൊസിഷനുണ്ട്. എന്തോ പൊസിഷനാണ്, മറ്റു വേറൊരു കമ്പനിയെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ളൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ, ഓർ ഇസ് ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി ഈസ് കോൾഡ്, ആ കമ്പനിയെ വിളിക്കുന്ന പേരാണ് എന്തുവാ, ഹോൾഡിംഗ് കമ്പനി. ഇനി ഏത് കമ്പനിയുടെയാണോ ഷെയറുകൾ ഏറ്റവും കൂടുതൽ വാങ്ങിയത്, അല്ലെങ്കിൽ ഏത് കമ്പനിയുടെയാണോ മെജോറിറ്റി ഷെയർ വാങ്ങിയത്, ആ അതർ കമ്പനി വിളിക്കുന്ന പേരാണ്, ആൻഡ് അതർ കമ്പനി വിളിക്കുന്ന പേരാണ് എന്തുവാ, സബ്സിഡറി കമ്പനി. ഈ ഒരു മീനിങ് പഠിച്ചു വെക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ മീനിങ് ഒന്നും കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ വേറെ എടുത്തത്. ഇത്ര ഹോൾഡിംഗ് കമ്പനി ചോദിച്ചാൽ, സബ്സിഡറി കമ്പനി ചോദിച്ചാൽ ഈ സെൻറ്റൻസ് ഇത്രയും എഴുതി വെച്ച് വെക്കണം. അപ്പോൾ ഒന്നും കൂടെ പറയാം, when a company acquire എന്തുവാണ്, മെജോറിറ്റി ഓഫ് ദ ഷെയർസ് ഇൻ ദ ഒന്നും കൂടെ നമുക്ക്, when a company acquire ചെയ്യുന്നു മെജോറിറ്റി ഓഫ് ഷെയർസ് ഇൻ ദ ഓണർഷിപ്പിലെ മെജോറിറ്റി ഒരു കമ്പനി അക്വയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തുണ്ട്, ആ കമ്പനിക്ക് എന്തുണ്ട്, ഒരു പൊസിഷനുണ്ട്. എന്തോ പൊസിഷനാണ്, ടു കൺട്രോൾ ദ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനി ഈസ് കോൾഡ് എന്തുവാണ്, ഹോൾഡിംഗ് കമ്പനി എന്നും, മറ്റേ കമ്പനി വിളിക്കുന്ന പേരെന്തുവാ, സബ്സിഡറി കമ്പനി എന്നും. ഒന്ന് വായിച്ചെടുത്തേ. ഇനി നമ്മൾ സബ്സിഡറി കമ്പനി എന്തുവാന്ന് പറഞ്ഞായിരുന്നു. സബ്സിഡറി കമ്പനി എന്ന് പറയുമ്പോൾ, ഞാനെന്ന കമ്പനി മറ്റൊരു കമ്പനിയുടെ മേജർ പോർഷൻസ് വാങ്ങുകയാണെങ്കിൽ, ഞാനെന്ന കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി എന്നും മറ്റേ കമ്പനിയെ സബ്സിഡറി എന്നും പറയാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, മാരുതി എന്ന് പറഞ്ഞ കമ്പനി സുസുക്കിയുടെ 51% കൂടുതൽ അല്ലെങ്കിൽ 50% കൂടുതൽ ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ, മാരുതി എന്ന കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി എന്നും സുസുക്കി എന്ന് പറഞ്ഞ കമ്പനിയെ സബ്സിഡറി കമ്പനി എന്നും പറയാം. ഈ സബ്സിഡറിയെ തന്നെ നമുക്ക് 2ആയി തരംതിരിക്കാം, ഹോളി ഓൺഡ് ആൻഡ് പാർഷ്യലി ഓൺഡ് സബ്സിഡറീസ്. ഹോളി ഓൺഡ് ആൻഡ് എന്തുവാണ്, പാർഷ്യലി ഓൺഡ് സബ്സിഡറീസ്. ഹോളി ഓൺഡ് അല്ലെങ്കിൽ പാർഷ്യലി ഓൺഡ് സബ്സിഡറീസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, മാരുതി സുസുക്കിയുടെ 100% ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ, മാരുതി ആരുടെയാ, സുസുക്കിയുടെ 100% ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ, ആ ഒരു കമ്പനി, സബ്സിഡറി കമ്പനി സുസുക്കിയെ വിളിക്കുന്ന പേരാ ഹോളി ഓൺഡ് സബ്സിഡറി. നമുക്കത് സായിപ്പിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ,
വെൻ ഓൾ ദ ഷെയർസ് ഓഫ് സബ്സിഡറി കമ്പനി ആർ ഓൺഡ് ബൈ ദ ഹോൾഡിംഗ് കമ്പനി. ഓൾ ദ ഷെയർസ് ഓഫ് സബ്സിഡറി കമ്പനി. മാരുതി സുസുക്കിയുടെ മുഴുവൻ ഷെയറുകൾ 100% ഷെയറും ഇനി വാങ്ങിച്ച് പോക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ വെൻ ഓൾ ദ ഷെയർസ് ഓഫ് സബ്സിഡറി കമ്പനി ആർ ഓൺഡ് ബൈ ആരാ? ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലാണെങ്കിൽ, മാരുതിയുടെ കയ്യിലാണെങ്കിൽ ദ സബ്സിഡറി കമ്പനി, ആ സുസുക്കി എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ വിളിക്കാം ദ സബ്സിഡറി കമ്പനി സെറ്റ് ടു ബി എ wholly owned സബ്സിഡറി കമ്പനി. wholly owned സബ്സിഡറി കമ്പനി മനസ്സിലായോ? മാരുതി സുസുക്കിയുടെ 100% ഷെയർ 100% വാങ്ങിക്കുകയാണെങ്കിൽ സുസുക്കിയെ നമുക്ക് വിളിക്കാം wholly owned സബ്സിഡറി. ഇപ്പോൾ മാരുതി ആരുടെയാ? സുസുക്കി കമ്പനിയുടെ 100% ഷെയർ ഇനി വാങ്ങിക്കുകയാണെങ്കിൽ സുസുക്കി കമ്പനിയെയാണെന്ന് വിളിക്കുന്നത്. സുസുക്കി ഒരു സബ്സിഡറിയാണ്. 100% മാരുതി വാങ്ങിക്കുകയാണെങ്കിൽ സുസുക്കിയെ വിളിക്കുന്ന പേരെന്തുവാ? wholly owned സബ്സിഡറി. വെൻ ഓൾ ദ ഷെയർസ് ഓഫ് എ സബ്സിഡറി കമ്പനി ആർ ഓൺ ചെയ്യുന്നു? ഓൺഡ് ബൈ ദ ഹോൾഡിംഗ് കമ്പനി. ആ സബ്സിഡറി കമ്പനിയെ നമുക്കെന്ന് വിളിക്കാം wholly owned സബ്സിഡറി. ഒന്ന് വായിച്ചു നോക്കിയേ. ഇനി അടുത്ത പാർട്ട്ലി ഓൺഡ് സബ്സിഡറി എന്ന് പറയുമ്പോൾ 100% അല്ല, ഒരു 50% കൂടുതലൊക്കെ ഓൺ ചെയ്തിട്ടുള്ളൂ. 100% ഓൺ ചെയ്തിട്ടില്ല. വെൻ ദ മെജോറിറ്റി ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ 100% അല്ല, മോർ ദാൻ 50%. 100% ഓൺ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാ wholly owned സബ്സിഡറി. 100% അല്ല, 50% കൂടുതൽ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഷെയർ തന്നെയാണ്, പക്ഷേ 100ലേക്ക് എത്തിയിട്ടില്ല. വെൻ മെജോറിറ്റി ഓഫ് ഷെയർസ് ദാറ്റ് ഈസ് മോർ ദാൻ 50% ആർ ഓൺഡ് ബൈ ആരാ? ഹോൾഡിംഗ് കമ്പനി ആണെങ്കിൽ ആ സബ്സിഡറി കമ്പനി വിളിക്കുന്ന പേരാണെന്തുവാ? പാർട്ട്ലി അല്ലെങ്കിൽ എന്തോ പാർട്ട്ലി ഓൺഡ് സബ്സിഡറി കമ്പനി. അപ്പോൾ ഒന്നുകൂടെ നോക്കിയേ. വെൻ ദ മെജോറിറ്റി ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ എത്ര ശതമാനം? 100% ആണോ? അല്ല, മോർ ദാൻ 50% ആർ ഓൺഡ് ബൈ ആരാ? ഹോൾഡിംഗ് കമ്പനി ആണെങ്കിൽ ആ സബ്സിഡറി കമ്പനിയെയാണെന്ന് പറയുന്നത് പാർട്ട്ലി ഓൺഡ് സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. സംശയം വല്ലതും ഉണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയേ.